ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാധിരാജൻ ദേവാദിദേവൻ ശ്രീയേശുനാഥൻ ദേവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാധിരാജൻ ദേവാദിദേവൻ ശ്രീയേശുനാഥൻ ദേവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരപാപമാകുന്ന മരക്കുരിശേ നീ പരലോകം പോകും മുമ്പുയർത്തെഴുന്നേറ്റു. പരപാപമാകുന്ന മരക്കുരിശേ നീ പരലോകം പോകും മുൻപുയർത്തെഴുന്നേറ്റു. മരണത്തെ പോലും മണ്ണിൽ തോൽപ്പിച്ചു നീ. പിതൃസന്നിധാനം നേടി പരിശുദ്ധൻ നീ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാധിരാജൻ ദേവാദിദേവൻ ശ്രീയേശുനാഥൻ ദേവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹ ബഹുമാനമുള്ള അച്ഛന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് മക്കളെ, ഇന്ന് നാം ഏറെ സന്തോഷത്തോടെ യേശുവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശു ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു, നമ്മോടൊപ്പം ചരിക്കുന്നു, നമ്മെ അനുദിനം നയിക്കുന്നു എന്ന ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്ഥിതനായ യേശുവിനോടൊപ്പം ചരിച്ചുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഉത്ഥിതനായവൻ്റെ അനുഗ്രഹവും കൃപകളും എന്നും അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകണമേ എന്ന് യേശുവിനോട് നമുക്ക് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഉത്ഥിതനായവൻ കൂടെയുള്ളപ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അവിടുന്ന് സർവശക്തനാണ്. നമ്മെ അനുദിനം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്യുന്ന ആ ഉത്ഥിതനിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട്, വിശ്വാസമർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ കൃപകൾ യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ ഭക്തിപൂർവം പങ്കുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജ ദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ
പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിനം അങ്ങേ ഏകപുത്രൻ വഴി മരണത്തെ കീഴ്പ്പെടുത്തി ഞങ്ങൾക്ക് നിത്യതയുടെ പാത തുറന്നു തന്നുവല്ലോ. ഉയർപ്പു ഞായറിൻ്റെ മഹോത്സവം കൊണ്ടാടുന്ന ഞങ്ങൾ അങ്ങേ ആത്മാവിൻ്റെ നവീകരണം വഴി ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിനു ശേഷം ഗാലിലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിൻ്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിൻ്റെ വലത്തുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പാക്കുമെന്ന് നിങ്ങൾക്കറിയുള്ളതല്ലേ? നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്വീകൻസിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വഴിതെറ്റി നശിക്കാറായ
ആടുകളെ കർത്താവ് വീണ്ടെടുത്തു. പാപികളായ നമ്മെ നിഷ്കളങ്കനായ ക്രിസ്തു പിതാവുമായി രമ്യതപ്പെടുത്തി. മരണവും ജീവനും തമ്മിൽ നടന്ന സമരം, എത്ര വിചിത്രമായൊരു മല്ലയുദ്ധം! ജീവൻ്റെ നായകൻ മരിച്ചു, മരണം കൊണ്ട് മരണത്തെ ജയിച്ചു. ഇനി എന്നേക്കും ജീവനോടെ വാഴുന്നു. ഹാ മറിയമേ, നിൽക്കുക, നീ പോകും വഴി എന്ത് കണ്ടെന്ന് പറയുക. ജീവിച്ചിരിക്കുന്നവൻ കിടന്നിരുന്ന കല്ലറ ഞാൻ കണ്ടു, ഉയർത്തെണീക്കുന്ന ക്രിസ്തുവിൻ്റെ കല്ലറ ഞാൻ കണ്ടു, സാക്ഷ്യം വഹിക്കുന്ന മാലാഖമാരെ കണ്ടു. തിരുമുഖം മറച്ച ഉറുമാലും തിരുമേനി പൊതിഞ്ഞ ശീലയും ഞാൻ കണ്ടു. ക്രിസ്തു ഉയർത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ ജീവിച്ചിരിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ ഗിരിയിലേക്ക് പുറപ്പെട്ടു പോകും. ക്രിസ്തു ഉയർത്തുവെന്ന് നിങ്ങൾക്കറിയാം. അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് നിങ്ങൾക്കറിയാം. ഹാ ജയശാലിയായ മഹാരാജൻ, ഞങ്ങളിൽ കനിയുക, ഞങ്ങളെ രക്ഷിക്കുക. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ പെസഹ കുഞ്ഞാടായ മിശിഹ ബലി ചെയ്യപ്പെട്ടിരിക്കുന്നു. ആകയാൽ പരമാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് തിരുനാൾ ആഘോഷിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഏറ്റവും ബഹുമാനമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് മക്കളെ, ഇന്ന് നാം ഒന്നു ചേർന്ന് പ്രതിവചന സങ്കീർത്തനത്തിൽ ഏറ്റുചൊല്ലിയത് ഇതാണ്: കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നേരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ്
ഞാൻ ഒരു ഇടവക സന്ദർശിക്കുന്ന വേളയിൽ കുറച്ച് കുട്ടികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചു. ആരാണ് ഒരു ക്രിസ്ത്യാനി? എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം അവരോട് ഉന്നയിച്ചത്. അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി കൈ പൊക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, പിതാവേ, ഞാൻ ഉത്തരം പറയാം. ഞാനും ഒപ്പം കൂടിയിരുന്ന എല്ലാവരും ആ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചു. ആ മോള് ഉറക്കെ ഇങ്ങനെ പറഞ്ഞു, ഉത്ഥിതനായ യേശുവിൽ വിശ്വസിക്കുകയും അവന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമ ക്രിസ്ത്യാനി. സത്യത്തിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് ആ മോള് പറഞ്ഞത്. ഉത്ഥിതനായ യേശുവിൽ വിശ്വസിക്കുകയും അവന് സാക്ഷ്യം വഹിക്കുകയുമാണ് ഒരു ഉത്തമ ക്രിസ്ത്യാനിയുടെ ധർമ്മം. സ്നേഹമുള്ളവരെ, യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന ആ സത്യം ആണ് നാം ഓരോ ദിവസവും ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് നന്നായി അറിയാം. അവിടെ നമ്മൾ പറയുന്നത് ഇപ്രകാരമാണ്: പോന്തിയൂസ് പിലാത്തുസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഇതാണ് ക്രൈസ്തവ ജീവിത വിശ്വാസത്തിൻ്റെ മൂലക്കല്ല്, അടിസ്ഥാനം, കേന്ദ്ര ബിന്ദു. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം നിരർത്ഥകമാണ്. അതെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു അടിസ്ഥാനത്തിന്മേലാണ് ക്രിസ്തീയ സഭ പടുത്തുയർത്തപ്പെട്ടത്. നാം ഓരോരുത്തരും യേശു ഇന്നും ജീവിക്കുന്നവനായി അനുഭവിക്കുന്നു. ആ യേശു നിരന്തരം നമ്മെ വഴി നടത്തുന്ന അനുഭവം പേറുന്നവരാണ് ഓരോ ക്രിസ്തു വിശ്വാസിയും. ഇതാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്, യേശുവിൻ്റെ ഉത്ഥാന തിരുനാളായിട്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ചു കേട്ട വായന ഈ ഉയർപ്പിനെക്കുറിച്ച് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. നമ്മൾ സുവിശേഷത്തിൽ കണ്ടത് മഗ്ദലന മറിയം അതിരാവിലെ എഴുന്നേറ്റ് ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു എന്നാണ്. പക്ഷെ അവിടെ കാണുന്നത് എന്താണ്? അവളെ എത്തിക്കഴിയുമ്പോൾ ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. യേശുവിനെ അവൾ കണ്ടില്ല. ഈ ഒരു വാർത്ത അവൾ ഓടി മറ്റു ശിഷ്യന്മാരെ അറിയിക്കുന്നു. പത്രോസും ഇതര ശിഷ്യനും ആയിട്ട് ശവകുടീരത്തിങ്കിലേക്ക് വരുന്നു. അവരും ഈ കാണുന്നത് ഇത് തന്നെയാണ്. മഗ്ദലന മറിയം പറഞ്ഞതുപോലെ അവർ യേശുവിനെ കണ്ടില്ല. ശൂന്യമായ കല്ലറ. ഇത് ഉത്ഥാനത്തിൻ്റെ ആ മാഹാത്മ്യം വിളിച്ചോതുന്നതാണ്. യേശു മരണമടഞ്ഞു, അടക്കപ്പെട്ടു. പക്ഷേ ആ ശവകുടീരത്തിങ്കൽ നിന്ന് അവൻ പുറത്തേക്ക് വന്നു. അങ്ങനെ ശൂന്യമായ കല്ലറ കണ്ടുകൊണ്ട് യേശു ഉത്ഥാനം ചെയ്തു എന്ന് അവർ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഉത്ഥാനം ചെയ്ത ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. പലപ്പോഴായി പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാം, ആദ്യം മഗ്ദലന മറിയത്തിന് തന്നെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവളെ പേര് ചൊല്ലി വിളിക്കുന്നു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് തൻ്റെ ഗുരുവും നാഥനുമായ യേശു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മുൻപിൽ ജീവനോടെ നിൽക്കുന്നുവെന്ന്.
ഇനി അപ്പോസ്തല സമൂഹത്തിൻ്റെ മുമ്പിൽ യേശു പ്രത്യക്ഷനാകുന്നു. അത് കഴിഞ്ഞ് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരോടൊപ്പം യേശു നടക്കുന്നു. അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, അപ്പം മുറിച്ച് നൽകുന്നു. അങ്ങനെ അവൻ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇനി സംശയാലുവായ തോമസിൻ്റെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകൂ എന്ന് അവനോട് ആവശ്യപ്പെടുന്നു. നമുക്കറിയാം തോമസ് പിന്നെ പറഞ്ഞത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് അവൻ നിലവിളിച്ചു, ഉദ്ഘോഷിച്ചു. ഇനിയും നമ്മൾ കാണുന്നത് പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശരായി നിൽക്കുമ്പോൾ യേശു അവരുടെ അടുത്തേക്ക് വരുന്ന രംഗമാണ്. യേശു അവരുടെ അടുത്തേക്ക് വന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന രംഗം. ഒന്നാമത് ശൂന്യമായ കല്ലറ, രണ്ടാമത് നിരന്തരമായ യേശുവിൻ്റെ ഈ പ്രത്യക്ഷപ്പെടൽ. ഇതെല്ലാം യഥാർത്ഥത്തിൽ അവർക്ക് നേരിട്ടുള്ള അനുഭവമായിരുന്നു. ഈ അനുഭവം പേറിയിട്ടാണ് അവർ പറഞ്ഞത് അവർ എല്ലാവിധത്തിലും ദുഃഖിതരായിരുന്നവരാണ്, നിരാശരായിരുന്നവരാണ്. യേശുവിൻ്റെ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ചിരുന്ന അവർ യേശുവിനെ കണ്ടത് മുതൽ അവർ ധൈര്യം പ്രാപിക്കുന്നു. അവർ പട്ടണത്തിലും വിദൂരത്തും പോയി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ചവൻ ഇന്നും ജീവിക്കുന്നു, ഇന്നും അവൻ ജീവിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു പ്രഖ്യാപനം അവർ സധൈര്യം പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് അതാണ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ഏറ്റവും വലിയ തെളിവ് ഈ ശിഷ്യന്മാരിൽ വന്ന മാറ്റമാണ്. ഭയന്ന് വിറച്ച് കതകടച്ച് ഇരുന്നവർ, തങ്ങളുടെ സ്വന്തം തൊഴിലിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങിയവർ, നിരാശയുടെ വക്കിലാണ്ടവർ, യേശു ഉത്ഥാനം ചെയ്ത് തങ്ങളോടൊപ്പം വസിക്കുന്നു എന്ന് കണ്ട് അനുഭവിച്ചപ്പോൾ അവർ യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവൻ്റെ ഉയർപ്പ് പ്രഘോഷിക്കുവാനായിട്ട് സധൈര്യം മുന്നിട്ടിറങ്ങുന്നു. ഇതാണ് ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതിനുവേണ്ടി അവരുടെ ജീവൻ പോലും അവർ നഷ്ടപ്പെടുത്തുന്നു. ആദ്യത്തെ വായനയിൽ നാം കേട്ടത് പത്രോസ് പ്രസംഗിക്കുന്നതാണ്. പത്രോസ് പ്രസംഗിക്കുന്നത് എന്താണ്? പത്രോസ് ഇപ്രകാരം പറയുന്നു, അവൻ ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവനെ അവർ മരത്തിൽ തൂക്കിക്കൊന്നു, എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അതെ, 3-ാം ദിവസം ദൈവം അവനെ ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ഈ ഒരു സത്യമാണ് പത്രോസ് പ്രഖ്യാപിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ഉത്ഥിതനായ യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്? യേശു ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. നമ്മെ അവൻ ഉപേക്ഷിച്ച് പോകുന്നില്ല. അവൻ നമ്മോടൊപ്പം വഴി നടക്കുന്നു. ഇമ്മാവൂസിലെ ശിഷ്യന്മാരോടൊപ്പം നടന്നതുപോലെ ഇന്നും യേശു നമ്മോടൊപ്പം നടക്കുകയാണ്. ഈ ഒരു സത്യമാണ് ഉത്ഥാനം നമുക്ക് നൽകുന്നത്. ഈ ഉത്ഥാനം അനുഭവിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന മാറ്റം എന്താണ്? നമ്മൾ 2-ാമത്തെ വായനയിൽ കേട്ടു, തങ്ങളുടെ പഴയ മനുഷ്യനെ മാറ്റി മാനസാന്തരപ്പെട്ട് അവർ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ മക്കളായി ജീവിക്കണം. അവർ നന്മയിൽ ജീവിക്കണം. അവിടെ തിന്മ നിറഞ്ഞ വഴികൾ മാറ്റി നന്മയിൽ ജീവിക്കുകയും നന്മ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മക്കളായി അവർ രൂപാന്തരപ്പെടണം. അപ്പോഴാണ് ഉത്ഥിതനായ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന മക്കളായി അവർ മാറുന്നത്. ഈ ഉത്ഥാനം ചെയ്ത യേശു
നമുക്ക് പ്രധാനമായി നൽകുന്നത് എന്താണ്? എപ്പോഴൊക്കെ യേശു തൻ്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടിയോ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. അതെ, ഉത്ഥിതനായ യേശു നമുക്ക് ഒന്നാമതായി നൽകുന്നത് അവൻ്റെ സമാധാനമാണ്. രണ്ടാമത് യേശു അവൻ്റെ പ്രത്യാശ നമുക്ക് നൽകുകയാണ്. അവൻ മരണത്തോടുകൂടി എല്ലാം തീരുന്നില്ല, മറിച്ച് നിത്യമായ ജീവിതത്തിലേക്കാണ് നാം കടക്കുന്നത് എന്ന സത്യം വിളിച്ചോദിക്കൊണ്ട് പ്രത്യാശ പകരുന്നു. ഇതാണ് ഉത്ഥിതനായ യേശു ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഏറെ ആവശ്യമായിരിക്കുന്നതും ഈ പ്രത്യാശയുടെ അനുഭവമാണ്. ഈ കൊറോണ കാലം എല്ലാവർക്കും ഭീതി നൽകിയ കാലമാണ്, ആശങ്ക നൽകിയ കാലമാണ്. ഈ ആശങ്കയും ഭീതിയുമൊക്കെ മാറി ഉത്ഥിതനായ യേശു നമ്മെ പ്രത്യാശയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഇരുള് മാറി പ്രകാശം വരിക തന്നെ ചെയ്യും, ഈ ഇരുട്ട് മാറി പകൽ വരിക തന്നെ ചെയ്യും എന്ന് യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് അവൻ നമുക്ക് സന്തോഷം പകരുന്നു. പ്രിയമുള്ളവരെ, യേശുവിനോടൊപ്പം ആയിരിക്കുക എന്നത് ഏറ്റവും വലിയ സന്തോഷപ്രദമായ അനുഭവമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, കർത്താവായ ക്രിസ്തുവിൽ നിങ്ങൾ നിരന്തരം സന്തോഷിക്കുവിൻ. അതെ, ഉത്ഥിതനായ യേശു നൽകുന്ന സമാധാനം അനുഭവിച്ചുകൊണ്ട്, ആ പ്രത്യാശയിൽ നിരന്തരം ജീവിച്ചുകൊണ്ട്, ഈ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്ഥിതനായ യേശു നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഏകദൈവത്തിലുള്ള വിശ്വാസം പ്രഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയൂസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധരീതികൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകളും കാരുണ്യപൂർവ്വം ശ്രവിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥന. സഭയ്ക്ക് വേണ്ടി 40 ദിവസത്തെ നോമ്പാചരണത്തിലൂടെ യേശുവിൻ്റെ ഉത്ഥാന മഹിമയിലേക്ക് സഭയെ നയിച്ച കർത്താവെ, സഭയെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സൂസപാക്യം പിതാവ്, ക്രിസ്തുദാസ് സഹായമെത്രാൻ എന്നിവരെയും സകല വൈദികരെയും സമർപ്പിതരെയും അൽമായ വിശ്വാസികളെയും ഉയർപ്പിൻ്റെ ആനന്ദവും യേശുവിൻ്റെ സമാധാനവും കൊണ്ട് സമ്പന്നമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാജ്യത്തിനു വേണ്ടി കോവിഡ് വിലക്കയറ്റം
തൊഴിലില്ലായ്മ മുതലായ ഭീഷണികളിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ രാജ്യത്തെയും മറ്റന്നാൾ തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോകുന്ന ഞങ്ങളുടെ നാടിനെയും കർത്താവെ നിന്റെ കൃപയായി സമർപ്പിക്കുന്നു. തിന്മയിലൂടെയും അന്ധകാരത്തിലൂടെയും മേലുള്ള ഉദ്ധിതനായ യേശുവെ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും എല്ലാ മേഖലകളുടെയും മേൽ പ്രകാശിക്കാൻ അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾ, ദരിദ്രർ മുതലായവർക്ക് വേണ്ടി കർത്താവെ, രോഗം, ദാരിദ്ര്യം, ഏകാന്തത എന്നിവ മൂലം അവശത അനുഭവിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ ഉത്ഥാനത്തിൽ ആശ്വാസം കണ്ടെത്താനും അവിടുത്തെ പ്രത്യേക പരിപാലനയിൽ വസിക്കാനും കൃപയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ സഹോദരരെ, ഒരു നിമിഷം മൗനമായി നമ്മെ ഓരോരുത്തരെയും ഉദ്ധിതനായ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കാൽവരിയാകം കതിർച്ചൂടി നിൽക്കും ദിവ്യമാം ബലിവേദിയിൽ കാഴ്ചയായേകുന്നു നിനക്കായി എന്നെയും പൂർണ്ണമായി നൽകിടുന്നു. കാൽവരിയാകം കതിർച്ചൂടി നിൽക്കും ദിവ്യമാം ബലിവേദിയിൽ കാഴ്ചയായേകുന്നു നിനക്കായി എന്നെയും പൂർണ്ണമായി നൽകിടുന്നു. സ്വീകരിക്കൂ നാഥാ കാഴ്ചയായി പരിപൂർണ സമർപ്പണമായി. സ്വീകരിക്കൂ നാഥാ കാഴ്ചയായി പരിപൂർണ സമർപ്പണമായി. അബ്രഹാമിന്റെ യാഗാർപ്പണത്തിൽ ആബേലിൻ സംശുദ്ധമാം ബലിയിൽ അബ്രഹാമിന്റെ യാഗാർപ്പണത്തിൽ ആബേലിൻ സംശുദ്ധമാം ബലിയിൽ അലിവോടെ കനിവേകി നിൻ തിരുവുള്ളത്തിൽ എന്നെയും ചേർത്തിടണേ. അലിവോടെ കനിവേകി നിൻ തിരുവുള്ളത്തിൽ
കാൽവരിയാഗം കതിർച്ചൂടി നിൽക്കും ദിവ്യമാം ബലിവേദിയിൽ കാഴ്ചയായി വന്നു നിനക്കായി എന്നെയും പൂർണ്ണമായി നൽകിടുന്നു. സ്വീകരിക്കൂ നാഥാ നൽകാഴ്ചയാ പരിപൂർണ സമർപ്പണമാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഈ ഓർത്തത്തിന് മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പെസഹായുടെ ആഹ്ലാദത്തിൽ ആറാടിക്കൊണ്ട് ഞങ്ങൾ ബലിയർപ്പിക്കുന്നു. ഈ ബലി വഴിയാണല്ലോ അങ്ങേ സഭ അത്ഭുതാവഹമായി പുനർജന്മം പ്രാപിക്കുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എക്കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ ദിനത്തിൽ അങ്ങയെ കൂടുതൽ മഹത്വപൂർണമായി ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങു സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിനർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഠാസനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥതയാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ സുസഭാക്യ മെത്രാനോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങ് തിരുമുൻപിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. എൻ്റെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം
അന്നു വേണ്ടുന്ന ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രിയ സഹോദരരെ, കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ
അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയെ നിരന്തരമായ സ്നേഹത്താലും വാത്സല്യത്താലും കാത്തുപാലിക്കണമേ. അങ്ങനെ പെസഹാ രഹസ്യങ്ങൾ വഴി സഭ നവീകൃതമായി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം ഈ പെസഹാ മഹോത്സവ ദിനത്തിൽ അവിടുത്തെ കാരുണ്യത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിൻ്റെ എല്ലാവിധ ഉപദ്രവങ്ങളിലും നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ്റെ ഏകസുതന്റെ ഉത്ഥാനത്താൽ നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്യതയുടെ സമ്മാനങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പീഠാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹാ മഹോത്സവത്തിൻ്റെ സന്തോഷമാഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യാനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതരായി എത്തിച്ചേരുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനു നന്ദി.